ഇന്ന് നമുക്ക് കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് കൂന്തൽ ചെറുതായി മുറിച്ച് കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. 3 സവാള ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. സവാളയിൽ 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. സവാള നന്നായി വഴറ്റണം. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് സവാള നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കുക. സവാള നന്നായി മുരിഞ്ഞ് വരട്ടെ കേട്ടോ. നന്നായി മുരിഞ്ഞ സവാളയിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. നമ്മൾ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായി വഴറ്റണം. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറി വരണവരെ വഴറ്റിക്കൊണ്ടിരിക്കുക. അതിലേക്ക് 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടണം. കൂന്തൽ റോസ്റ്റിൽ കുരുമുളക് പൊടി ഇടുമ്പോഴാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് വരണത്. അതും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റുക. മസാലയുടെ പച്ചമണം മാറി വന്നവരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഇത് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കണം കൂന്തൽ ഇട്ട് കൊടുക്കാം. കൂന്തലിൽ ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചേക്കണത്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് മസാലയും കൂന്തലും കൂടി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് പോരായ്ക ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ച് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂടി വെച്ച് 5 മിനിറ്റും കൂടി ഒന്ന് വേവിക്കണം. ഇപ്പം നമ്മുടെ കൂന്തൽ റോസ്റ്റ് ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. കൂന്തൽ റോസ്റ്റ് റെഡിയായി നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്.